ഇനി അടുത്ത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം. തിരുവിതാംകൂർ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം. തപാൽ സംവിധാനം അഥവാ അഞ്ചൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം. അപ്പൊ ഇത്രയും പ്രത്യേകതകളുള്ളത് നമ്മുടെ തിരുവിതാംകൂറിനാണ്. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് 1888 തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിലെ മന്ത്രിമാർ ദളവ അഥവാ ദിവാൻ എന്നറിയപ്പെട്ടു. ഇന്നിവിടെ ഇൻഫോ പ്ലസ് എന്ന് പറയുന്ന ബോക്സിൽ രാജവംശവും അതിൻ്റെ പഴയ പേരും കൊടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ രാജവംശം തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. വേണാട് രാജവംശം ചിറവ സ്വരൂപം എന്നറിയപ്പെട്ടു. കൊച്ചി രാജവംശം പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് പഴയ പേരിൽ അറിയപ്പെട്ടത് പഴയ കാലത്ത്. കോഴിക്കോട് രാജവംശത്തിൻ്റെ പഴയ പേരാണ് നെടിയിരുപ്പ് സ്വരൂപം. കോലത്തുനാടിൻ്റെ പഴയ പേരാണ് കോലാ സ്വരൂപം. കൊട്ടാരക്കര രാജവംശത്തിൻ്റെ പഴയ പേരാണ് ഇളയിടത്ത് സ്വരൂപം. ഇനി തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടത് ശ്രീ പത്മനാഭദാസൻ എന്നാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം രചിച്ചത് ഉള്ളൂരാണ്. തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധന മൂർത്തിയാണ് ശ്രീ പത്മനാഭ സ്വാമി. ഇന്നിവിടെ ക്ലിയർ കട്ട് ബോക്സിൽ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി ആണ്. തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഹിരണ്യഗർഭം എന്നറിയപ്പെടുന്നു. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ട മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷൻ. ഇനി തിരുവിതാംകൂർ രാജാക്കന്മാർ. അതിൽ ആദ്യം വരുന്നത് 1729 മുതൽ 1758 വരെ ഭരിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയി തമ്പുരാൻ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം അഥവാ ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമാണ് പത്മനാഭപുരം. അത് കൽക്കുളത്താണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഇനി ഒരു ബോക്സിൽ കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. നിലം പുരയിടങ്ങളും കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 പ്രത്യേകമായി നിയമിച്ച വ്യക്തിയാണ് മല്ലൻ ശങ്കരൻ. ഭൂമി അളന്നു തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4 തിരിച്ചു. ഇനി 8 വിട്ടിൽ പിള്ളമാർ ഒരു ബോക്സിൽ. ക്ഷേത്രവക വസ്തുക്കൾ 8 ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്യമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്യമാർ 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 8 വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിന്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി. 8 തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു. ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്, കിഴക്കേക്കോട്ടയും പടിഞ്ഞാറക്കോട്ടയും പണിത രാജാവ്, തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവ്, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ്, ശ്രീ പത്മനാഭദാസ, വഞ്ചിപാല, മാർത്താണ്ഡവർമ്മ, കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ്, ഉദയഗിരി കോട്ട പുതുക്കി പണിത രാജാവ്, തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം അഥവാ മറവപ്പട ഏർപ്പെടുത്തിയ രാജാവ്, വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി. ഇതിൻ്റെ എല്ലാ ആൻസറും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണപുരം സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണയും പുത്തനണയും.
മാർത്താണ്ഡവർമ്മയുടെ സമകാലികനാണ് രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ്. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ.